പി അൻവർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണും. നാളെ വൈകിട്ട് മലപ്പുറത്താണ് കൂടിക്കാഴ്ച. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ലീഗ് നേതാക്കളുമായുള്ള അൻവറുടെ കൂടിക്കാഴ്ച. ഇന്ന് കോൺഗ്രസ് നേതാക്കളുമായും അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഷബീർ ഒമർ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷബീർ, കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനത്തെ എതിർത്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണോ ലീഗ് നേതൃത്വത്തെ കാണാനുള്ള അൻവറിന്റെ തീരുമാനം? അനീഷ, തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ UDF മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് PV അൻവർ തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കളായ VD സതീശനുമായും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തിയത്. തന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ താൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് PV അൻവർ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ചർച്ച നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ UDFനകത്തും അൻവറിന്റെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇതിന് മുന്നോടിയായാണ് UDF യോഗത്തിന് മുന്നോടിയായാണ് PV അൻവർ UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ കൂടി ഈ ആവശ്യം ഉന്നയിച്ച് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ കൂടിക്കാഴ്ച നടക്കുക. നാളെ PK കുഞ്ഞാലിക്കുട്ടിയുമായാണ് മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ലീഗ് നേതാക്കളെയാണ് PV അൻവർ നാളെ മലപ്പുറത്ത് വെച്ച് കാണുക. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF മുന്നണി പ്രവേശനം വേണമെന്ന ആവശ്യമായിരുന്നു നേരത്തെ തന്നെ പരസ്യമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം നേതാക്കൾ മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ ഇന്ന് കോൺഗ്രസ് നേതാക്കൾ അത് സാധ്യമാകില്ല എന്നൊരു സൂചന PV അൻവറിന് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിച്ച് മുന്നോട്ട് പോയതിനു ശേഷം മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഇന്നത്തെ ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ PV അൻവറിനോട് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് PV അൻവർ ലീഗ് നേതാക്കളെ കൂടി കാണുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ PV അൻവറിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യും, UDFന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ലീഗും ഒപ്പം തന്നെ കോൺഗ്രസും വിലയിരുത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു തീരുമാനമായിരിക്കും കോൺഗ്രസ് അല്ലെങ്കിൽ UDF അന്തിമമായി ഈ വിഷയത്തിൽ കൈക്കൊള്ളുക. എന്തായാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഏത് നിലയ്ക്കാണോ സഹകരണം എന്നതിലൊരു വ്യക്തത വരുത്തേണ്ടത് കൂടി അൻവറിൻ്റെ ആവശ്യമാണ്. അത് സഹകരണം മാത്രമാണെങ്കിൽ പിന്നീട് അത് തനിക്ക് ബുദ്ധിമുട്ടാകും, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ കാര്യമായ പ്രസക്തി കിട്ടില്ല എന്നതടക്കമുള്ള ആശങ്കയാണ് PV അൻവറിനുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായി ഒരു ഉറപ്പ് UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് UDF നേതാക്കളിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് നാളെ PV അൻവർ ലീഗ് നേതാക്കളെ കൂടി കാണുന്നത്. നാളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലമ്പൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് രാവിലെ 10 മണിക്കാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും PV അൻവർ ലീഗ് നേതാക്കളെ മലപ്പുറത്ത് പോയി കാണുക. അനീഷ. ശരി, ഷബീർ ഒമറാണ്.